ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര. പൊന്നു ചോദിച്ച പോലെ പലർക്കും ഉണ്ടാവാവുന്നതും അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. മുത്തിന്റെ ഭാഗം മാത്രം വെളുത്തിരിക്കും, ബാക്കി ചുറ്റോടും ഭാഗം മഞ്ഞിച്ചിരിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്താൽ ഒരു പരിധി വരെ കുറവുണ്ടാവാം. അതല്ലെങ്കിൽ പിന്നെ ബ്ലീച്ചിങ്ങോ വെനീസോ യൂസ് ചെയ്യേണ്ടി വരാം. ഇത് ഒഴിവാക്കുന്നതാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത്. എന്തൊക്കെയാണ് നമുക്ക് പല്ലിന് കമ്പിയിട സമയത്ത് പല്ല് ഇതുപോലെ ആവാതിരിക്കാൻ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങൾക്ക് സ്റ്റെയിൻ ആവുന്ന ഫുഡുകളെല്ലാം തന്നെ കഴിയുന്നതും കുറയ്ക്കുക. ഇല്ലെങ്കിൽ അഥവാ ഒഴിവാക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉടനടി തന്നെ വായ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സ്റ്റെയിൻ ആവുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി, ടീ, ചോക്ലേറ്റ്, സോഡ, പിന്നെ നമ്മുടെ കറികളിലൊക്കെ ഇടുന്ന മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ ഫുഡിൽ ഉപയോഗിക്കുന്ന ഫുഡ് കളേഴ്സ്, റെഡ് വൈൻ, ഇതെല്ലാം തന്നെയാണ് കുറച്ച് എക്സാമ്പിൾസ്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ബ്രഷ് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യേണ്ടതേയുള്ളൂ. മുത്തിന്റെ മുകൾ ഭാഗവും മുത്തിന്റെ മേലെയും താഴെയും എല്ലാം തന്നെ ബ്രഷ് ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല സാധാരണ പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളും വൃത്തിയാക്കേണ്ടതുണ്ട്. കമ്പിയുടെ ഇടഭാഗങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇന്റർഡെന്റൽ ബ്രഷസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഫ്ലോസിംഗ് ഒരു നേരമെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. മൗത്ത് വാഷസ്, നമുക്ക് കമ്പിയിടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മൗത്ത് വാഷസ്, ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ളവ ലഭ്യമാണ്. ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മൗത്ത് വാഷസ് ഉപയോഗിക്കുന്നതാണെങ്കിലും ഒന്നരാടം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി മൗത്ത് വാഷസ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പിടിക്കാവുന്നതാണ്. ഇതും ഒന്നരാടം ചെയ്താൽ മതി. അതുപോലെ 6 മാസത്തിൽ ഒരിക്കൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് പല്ലുകൾ ക്ലീൻ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇതുപോലെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ യെല്ലോ സ്റ്റെയിൻസ് വരുന്നത് നിങ്ങൾക്ക് തടയാനാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.